ഹായ്, ഞാൻ ഡോക്ടർ അരുൺ, കുട്ടികളുടെ സ്പെഷ്യലിസ്റ്റാണ്. ആദ്യമായിട്ടായിരിക്കും ഒരു ഡോക്ടർ ഒരു സിനിമയെപ്പറ്റി രക്ഷിതാക്കളുടെ മുമ്പിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. ഇന്നലെ മാർക്കോ എന്ന സിനിമ ഞാൻ കാണുകയുണ്ടായി. ഒരുപാട് വയലൻസ് സീനുകൾ അടങ്ങിയ ഒരു സിനിമയാണിത്. അപ്പോൾ ഞാൻ ഇന്ന് ഈ വിഷയം സംസാരിക്കാൻ കാരണം, ഒരുപാട് വയലൻസ് സീനുകൾ കാണുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന മാനസിക ആരോഗ്യത്തെ പറ്റിയാണ് ഇന്ന് സംസാരിക്കുന്നത്. അപ്പോൾ പൊതുവേ ഈ മാർക്കോ എന്ന സിനിമ മാത്രമല്ല, നമ്മുടെ അനിമൽ, കിൽ, ബോഗൻവില്ല എന്നീ ഈ അടുത്ത് വന്ന ഒട്ടുമിക്ക സിനിമകളും വയലൻസ് സീനുകളാൽ കുത്തി നിറയ്ക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, കുട്ടികൾ കാണാൻ പാടില്ലാത്ത വിഷയങ്ങളിലേക്ക് കുട്ടി എത്തിപ്പെടാൻ ഇത്തരം സീനുകൾ വഴിയൊരുക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ കുട്ടി എന്താ കാണുന്നത്? പൊതുവെ രക്തത്തിൽ മുങ്ങിക്കിടക്കുന്ന നായകൻ വെടിവെച്ച് വില്ലിനെ കൊല്ലുന്നു, ഒരാളുടെ തല ഇഷ്ടി കൊണ്ട് ഇടിക്കുന്നു, അതുപോലെ എങ്ങനെയൊക്കെ ഒരാളെ കൊല്ലാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുട്ടി കാണുന്നു, അതിനെപ്പറ്റി മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ രക്ഷിതാക്കളാണ് കുട്ടികൾ എന്തൊക്കെ കാണണം എന്തൊക്കെ കാണണ്ട എന്ന് തീരുമാനിക്കുന്നത്. പല അവസരങ്ങളിൽ നമ്മുടെ കൂടെ നമ്മുടെ കുട്ടികൾ നമ്മുടെ സിനിമ കാണാറുണ്ട്. ഇപ്പോൾ വയലൻസ് സീൻ ആയിക്കോട്ടെ, എന്ത് സീനായാലും നമ്മളൊരു 2.5 മണിക്കൂർ ആ സിനിമ ഒരു ഫിക്ഷൻ കഥ പോലെ എൻജോയ് ചെയ്ത് നമ്മൾ വിടും. പക്ഷേ കുട്ടികൾ അങ്ങനെയല്ല. പല കാര്യങ്ങളും ഒബ്സർവ് ചെയ്യുന്നു, അത് കോപ്പി ചെയ്യാൻ ശ്രമിക്കുന്നു. പ്രത്യേകിച്ച് നായകന്മാരൊക്കെ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പെർഫെക്റ്റാണ്, അവർ നല്ലവരാണ് എന്നൊരു ബോധ്യം അവർക്കുള്ള പോലെ തോന്നുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വീട്ടിൽ വന്നാലും ഇത്തരമുള്ള വയലൻസ് സീനുകൾ അവർ അനുകരിക്കാൻ കൂടുതൽ ശ്രമിക്കുന്നു. അതുമാത്രമല്ല, മോഷണം, അതുപോലെ ഒരു റേപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ, മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന കാര്യങ്ങൾ, പല കാര്യങ്ങളും കുട്ടികൾ ഇങ്ങനെയുള്ള രംഗങ്ങളിലൂടെ കാണുന്നു. പൊതുവേ ഈ സിനിമകൾ മാത്രമല്ല, നമ്മൾ സോഷ്യൽ മീഡിയയും യൂട്യൂബും വീഡിയോസ് എല്ലാം കുട്ടികളുടെ വിരൽ തുമ്പത്താണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കാണാൻ പാടില്ലാത്ത പല കണ്ടൻസും കുട്ടികൾ ഇപ്പോൾ കാണുന്നുണ്ട്. അപ്പോൾ പൊതുവേ രക്ഷിതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം ഇങ്ങനെ അമിതമായി വയലൻസ് ഉള്ള സീനുകൾ കാണുന്ന കുട്ടികളിൽ ഡിപ്രഷൻ, അഗ്രസീവ് ബിഹേവിയർ, അതുപോലെ പഠനത്തിൽ നിന്ന് മുന്നോട്ട് പോവുക, ഇത്തരത്തിലുള്ള വീഡിയോകൾ കൂടുതൽ കാണാൻ വേണ്ടി അഡിക്ഷൻ സംഭവിക്കുക, അതുപോലെ അവർക്ക് ഉറക്കമില്ലായ്മ വരിക, ഭാവിയിൽ ഒരു ആൻറ്റി സോഷ്യൽ ബിഹേവിയർ വരിക, അങ്ങനെ പല പേഴ്സണാലിറ്റി ഇഷ്യൂസും അവർക്ക് ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കുട്ടികൾക്ക് എന്താണ് അവർ കാണേണ്ടത് എന്ന് നമ്മളൊരു സൂപ്പർവിഷൻ എപ്പോഴും ഉണ്ടായിരിക്കണം. അതുപോലെ കുട്ടികൾ ഒരു സ്വഭാവങ്ങൾ, മറ്റുള്ളവരെ വേദനിപ്പിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിച്ച് മുറിവേൽപ്പിക്കുക, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. നിങ്ങളെ കുട്ടികളുടെ ഡോക്ടറുമായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യുക. ചിലപ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയി ചിലപ്പോൾ കൗൺസിലിംഗ് വരെ വേണ്ടി വന്നേക്കാം. ഈ മാർക്കോ എന്ന സിനിമയ്ക്ക് അതിൻ്റെതായ ഭംഗിയുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണേണ്ട ഒരു സിനിമയാണ് തന്നെയാണ്. പക്ഷേ കുട്ടികളെ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള വയലൻസ് സീനുകൾ കാണിക്കരുത്. അപ്പോൾ ഈ ഇൻഫർമേഷൻസ് നിങ്ങളെല്ലാ രക്ഷിതാക്കൾക്കും ഉപയോഗപ്രദമാകട്ടെ. എൻ്റെ ഈ വീഡിയോ എല്ലാ പാരൻസിലേക്കും ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ആരോഗ്യപരമായ ഇൻഫർമേഷൻസിനായി ഡോക്ടർ ഇരട്ടിക്കാരൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.